Assalamualaikum dear friends, welcome back to Shamys Karvat. ഇന്ന് ഞാൻ പതിവ് പോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പലഹാരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചുമന്ന അവലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും 2 കപ്പ് അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും ഞാൻ 2 കപ്പ് ചുമന്ന അവല് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ വെള്ള അവലാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും കുഴപ്പമൊന്നുമില്ല, ഏത് അവലെടുത്താലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഹെൽത്തിക്ക് നല്ലത് ഇതുപോലത്തെ ചുമന്ന അവലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചുമന്ന അവല് എടുത്തിട്ടുള്ളത്. ഇതിനി നമുക്ക് കഴുകിയെടുക്കണം. കുറച്ച് വെള്ളത്തിൽ ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് ഈ അവലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ കൈവച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു അരിപ്പയിലിട്ട് ഈ വെള്ളം നമുക്ക് മാറ്റാം, അരിച്ചൊഴിക്കാം. നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം. പാത്രത്തിലോട്ട് ഈ വെള്ളമൊക്കെ വാലാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ അരിപ്പയിലിട്ട് തന്നെ നമുക്ക് വെക്കാം. അപ്പോൾ വെള്ളമെല്ലാം കളഞ്ഞ് ഇതുപോലെ കുറച്ച് സമയം ഒന്ന് വെച്ചിരിക്കാം. നമുക്ക് അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മധുരത്തിന് ആവശ്യമായ ശർക്കരയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. 1 കപ്പ് ശർക്കര ഞാൻ പൊടിച്ചാണ് എടുത്തിട്ടുള്ളത്. ഏത് ശർക്കര വേണമെങ്കിൽ എടുക്കാം, കറുപ്പ് എടുക്കാം, വെള്ള എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഉരുക്കി എടുക്കണം. നമ്മൾ ഓൾറെഡി പൊടിച്ച ശർക്കരയാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഉരുക്കി കിട്ടും. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉരുക്കി കിട്ടും. അപ്പോൾ നമ്മുടെ ശർക്കരയെല്ലാം ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു നൂൽ പാവ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി മണ്ണും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അരിച്ചൊഴിക്കണം. അപ്പോൾ ഞാനിവിടെ അരിച്ചൊഴിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ശർക്കര നല്ല ശർക്കരയാണെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ മണ്ണും പൊടിയൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ അരിച്ചൊഴിക്കുകയാണ്. കുറച്ച് അഴുക്കുണ്ട്, അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് 2 നല്ലോണം തൊലിയെല്ലാം കറുത്ത 2 നേന്ത്രപ്പഴമാണ് വേണ്ടത്. നമ്മൾ കഴിക്കാതെ കളയാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിരിക്കില്ലേ പഴം ഉണ്ടല്ലോ, ആ പഴമാണ് വേണ്ടത്. അതിനാണ് ഇതിൽ കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. ഈ പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം നമുക്ക് മാറ്റാം. കാണുമ്പോൾ തന്നെ രസം ഉണ്ടാവില്ല, കഴിക്കാനും കാണാനും ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ പഴങ്ങളെല്ലാം ഇതുപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ കഴിക്കുകയും ചെയ്യും. അവർ ഇത് നേന്ത്രപ്പഴം കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് അറിയത്ത് പോലുമില്ല. 2 പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കുക, എന്നാൽ മാത്രമേ ഈ പലഹാരത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അതുമാത്രമല്ല, ഈ നല്ല പഴുക്കാത്ത പഴമൊക്കെ എടുക്കുമ്പോൾ നമ്മളെ പലഹാരത്തിന് ഒരു പുളിപ്പ് രസം ഉണ്ടാവും. അതുകൊണ്ടാണ് നല്ല പഴുത്ത പഴം എടുക്കണമെന്ന് പറയുന്നത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പോവുകയാണ്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ പഴം ഒന്ന് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കണം. ഒട്ടും പഴത്തിൻ്റെ കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് അടിച്ചെടുക്കണം. ഇതിൽ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ പഴം ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു കടായി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇതിലോട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് കഴുകി അരിപ്പയിലോട്ട് വെള്ളമൊക്കെ കളയാൻ വേണ്ടി വെച്ചിരുന്ന അവിലാണ് ഇത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഒരു 2 മിനിറ്റ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വറുത്ത് കൊടുക്കണം. നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി കിട്ടണം നമുക്ക്. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് ഇത് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ അവലും തേങ്ങയും വറുത്തെടുത്തത് നല്ല വൃത്തിയായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയിലെ പൊടിക്കുന്ന ചെറിയ ജാറുണ്ടല്ലോ, അതെടുക്കുക. അതിലോട്ട് കുറേശ്ശെ വേണം ഇട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഞാൻ പകുതി ഓളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് കറക്കി എടുത്തിട്ട് വരാം. ജസ്റ്റ് ഒന്ന് മിക്സി ഒന്ന് കറക്കി കൊടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ കൂടുതൽ അങ്ങ് പ്രസ് ചെയ്ത് കറക്കി കൊടുത്താലും നമ്മൾ ഇതുപോലെ ബോൾ പോലെ ഉരുണ്ട് പോകും. ഇതുപോലെ പൊടിയായിട്ട് കിട്ടണം നമുക്ക്. ഒരുപാട് അങ്ങ് അരഞ്ഞൊന്നും പോകരുത്, ബോൾ പോലെ ഉരുണ്ട് പോകും. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. ബാക്കി ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ പറയുന്നതുപോലെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. ഒരുപാട് അങ്ങ് അടിച്ചെടുക്കരുത്, ബോൾ പോലെ ആവും. ഇതുപോലെ ആയി കിട്ടണം നമുക്ക്. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തു. ഒരു കടായി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ പഴം ഉണ്ടല്ലോ അരച്ചെടുത്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ 2
നല്ല വലിയ വലിപ്പമുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 3 എടുക്കുക. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 4 പഴമൊക്കെ എടുക്കാം, നല്ല പഴുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ 1 മിനിറ്റ് ആകുമ്പോൾ തന്നെ അതാ ഇതുപോലെ പഴമെല്ലാം പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആവും. അപ്പോൾ നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ശർക്കര പാനി ഉരുക്കി വെച്ചത് മുഴുവനും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കട്ടകളെല്ലാം നമുക്ക് ഒന്ന് തടി വെച്ച് ഉടച്ചു കൊടുക്കണം. നമുക്ക് ശർക്കര ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ഈ കട്ടകളെല്ലാം ഉടഞ്ഞ് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച ആവിലും തേങ്ങയും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈവിടാതെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും, ഒരുപാട് താമസമൊന്നുമില്ല. നിമിഷങ്ങൾക്കകം പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്ന ഒരു പലഹാരമാണ്. മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് ഇതിന് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ശർക്കരയിൽ ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 പിഞ്ച് ഉപ്പ് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പാനിൽ നിന്ന് ഒന്ന് വിട്ട് വരണം, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ആ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇതുപോലെ പഴം വെച്ചിട്ട് നമ്മൾ തൊലി കറുത്ത പഴം വെച്ചിട്ട് കുറച്ച് റെസിപ്പീസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ പോയി കണ്ടു നോക്കുക. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങളാണ്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു 5-6 മിനിറ്റ് ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കണം. പാനിൽ നിന്ന് നമുക്ക് ഒന്ന് വിട്ട് കിട്ടണം. ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രം ഒന്ന് നമുക്ക് നെയ്യ് തടവി വയ്ക്കാം. നെയ്യോ ഓയിലോ തേച്ച് പിടിപ്പിക്കാം. ഇതൊക്കെ ആദ്യമേ ചെയ്ത് വെക്കാനുള്ളതാണ്. ഞാൻ ഇതിലോട്ട് കുറച്ച് എള്ള് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഭംഗി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എള്ള് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വേറൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു സ്പാച്ചിലോ സ്പൂണിൽ കുറച്ച് നെയ്യൊന്ന് തടവിയതിന് ശേഷം ഒന്ന് നമുക്ക് നന്നായിട്ട് ലെവൽ ചെയ്ത് പിടിപ്പിക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇതുപോലെ അമർത്തി വേണം നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എല്ലാം ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം തണുക്കണം. തണുത്തതിന് ശേഷം മാത്രമേ ഇതെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ തണുക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഈ പലഹാരം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് പിടിയിച്ച് കൊടുക്കണം. പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് നമ്മളിതുപോലെ പിടിയിച്ച് കൊടുക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് കമഴ്ത്തി ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇളകി കിട്ടുള്ളൂ. നല്ലതാ സോഫ്റ്റായിട്ട് നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കമഴ്ത്തിയിടാതെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനൊന്ന് കമഴ്ത്തി ഇടുകയാണ്. ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കാം. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് പ്ലേറ്റ് എടുക്കാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമല്ലേ കാണാനായിട്ട്? അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്, നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. നമ്മളെ വീട്ടിലുള്ള നേന്ത്രപ്പഴവും അവിലും മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, പിന്നെ കുറച്ച് തേങ്ങയും. ഇനി നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ ഒരു പീസ് എടുക്കണം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. അത്ര നല്ല ടേസ്റ്റാണ്. ഹെൽത്തിനും വളരെ നല്ലതാണ്. ഒരുപാട് നെയ്യൊന്നും ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഇതുപോലെയുള്ള എണ്ണ ഒട്ടും ചേർക്കാതെ ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കാം. അതൊന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഹെൽത്തിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പീസിന് വേണ്ടി ഷമീസ് കറികൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്